ചില സമയങ്ങളിൽ നമ്മൾ ഡാറ്റ കീപ്പ് ചെയ്യുന്നത് ചിലപ്പം വെബ്സൈറ്റിനായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ഷെഡ്യൂളിങ്, അതുപോലെ തന്നെ പല എക്സാമിൻ്റെ ഷെഡ്യൂൾസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വെബ്സൈറ്റിനകത്ത് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വേറെ ടീംസ് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ഡാറ്റ നമുക്ക് വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആക്സസ് ചെയ്യേണ്ടി വരും. സോ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പവർ ബി ഐയെ അതിൻ്റെ ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കണക്ട് ചെയ്യേണ്ടി വരും. സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് നാഷണാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് എനിക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഈ ഒരു വെബ്സൈറ്റിന് അല്ലെങ്കിൽ വിക്കിപീഡിയ എന്നുള്ള ഈ വെബ്സൈറ്റിനകത്ത് എനിക്ക് എന്ത് ചെയ്യണം, എടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് നമുക്ക് ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിങ്ക് മാത്രമാണ് ഇവിടെ നമുക്കുള്ള ഒരു സോഴ്സ്, മീൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ്. സോ നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പവർ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അതേ മെനു തന്നെ യൂസ് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വെബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് URL പാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, URL മീൻസ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു അഡ്രസ്സ്, അത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക.